തങ്കച്ചേട്ടത്തി ഒരു കട്ടൻ. കേട്ടിട്ടില്ലേ ഇന്ന് പുതിയ മ്യൂസിയം കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്? അത് ഇപ്പൊ സാൾട്ടസ് വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് 2 വണ്ടി വന്നു, അത് ഉച്ചയ്ക്ക് കൊടുക്കാൻ. നാളെയായാലും പോലോ. വർക്ക്ഷോപ്പ് ഇന്ന് പോയി പൈസ കിട്ടിയാൽ നാളെ മ്യൂസിയത്തിൽ പാസ് എടുക്കണം. പിന്നെ അതുകൊണ്ട് ഐസ്ക്രീം ഒക്കെ മേടിക്കണ്ടേ? ഇന്ന് എന്നെ മ്യൂസിയത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണില്ല അമ്മ. നിനക്കിന്ന് പണിയില്ലേ? ഞാൻ പണിക്ക് പോവാ. മ്യൂസിയത്തിൽ എന്ത് കാണാനിരിക്കുന്നു? പണിക്ക് പോട്ടെ. എന്ത് കാണാനിരിക്കുന്നു? ഈ പൊടിക്കൊച്ചിനടുത്താണോ പറയുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ഇരിക്കുന്നത്. പിന്നേന്നോ ചരിത്രം അറിയണേ മ്യൂസിയത്തിൽ കയറണം. അതെങ്ങനെ? അയ്യോ, അതിന്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ പോലും അറിയത്തില്ലല്ലോ. മെമ്പർക്ക് AKG കുറിച്ച് അറിയാമോ? അതൊക്കെ എനിക്കറിയാം. ആര്? ആരാന്ന് പറ. AK ഗോപാലൻ. അദ്ദേഹം ജനിച്ചത് പെരളശ്ശേരിയിലാണ്. പെരളശ്ശേരി പള്ളിയത്ത് തൂക്കുപാലത്തിന് സമീപം 3.30 ഏക്കറി 24.50 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് AKG മ്യൂസിയം, അത്യാധുനിക മ്യൂസിയം പണി പൂർത്തിയാക്കിയത്. അറിയാം? ഭയങ്കര പൈസയല്ലോ. പിന്നെ അവിടെ കയറണം, എന്നാലേ കേരളത്തിന്റെ റിയൽ സ്റ്റോറി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ AKG എന്ന് പറയുന്ന ആള് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൊരുതിയ ഒരു പടത്തലവനായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ, സമരങ്ങൾ, പാവങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത ഓരോരോ സംഭവങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പുതിയ തലമുറ ഉറപ്പായിട്ട് AKGയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കാര്യം നാളെ ആരെങ്കിലും വന്നിട്ട് കേരളത്തിൻ്റെ ചരിത്രങ്ങൾ തെറ്റായിട്ട് പറഞ്ഞു പഠിപ്പിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നെഞ്ച് നിവർത്തി അങ്ങോട്ട് പറയണം, ഇതാണ് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എന്ന്. പിന്നെ മെമ്പർ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൂ, ഇതേപോലെ കുറേ ആൾക്കാർ കഷ്ടപ്പാടുകളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ അതെ നട്ടലിൽ നിന്ന് ഇവിടുത്തെ നെഞ്ചു പിരിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ ഓരോരുത്തർ ഉണ്ടാക്കിയിടുന്ന കള്ളക്കഥകളല്ല കേരള സ്റ്റോറി. ഇതൊക്കെയാണ് റിയൽ കേരള സ്റ്റോറി. പുരിഞ്ചിതാ എഴുതരൂ. ഇതൊക്കെ എനിക്ക് അറിയാം. അറിയാം. ഇപ്പഴാ മനസ്സിലായത്. അമ്മ കൊണ്ടുപോകാം കേട്ടോ. നമുക്ക് നാളെ മറ്റന്നാൾ പോവാം. പാട്ട് പാടും നിന്നെ ഞാൻ കാത്തിരുന്നൊരു നേരത്തായി, നിന്നെ ഓർത്തു കരഞ്ഞപ്പോൾ. ലിപ്പണേ മാതാതി ലിപ്പണവിടെ എന്താണ് ഇപ്പം? അതായത് ഗുളിക ലില്ലിപ്പണ്ണെ ഏൽപ്പിച്ചാൽ മതി. അവിടെ നിന്നേ. എന്താ അമ്മയ്ക്ക് ഗുളിക കുടിക്കണം. നിന്റെ ഉദ്ദേശം എന്തോന്നാണ്? ഉദ്ദേശം എന്ത്? ചെല്ലണം, കുളിക്കണം, കഴിക്കണം, കിടക്കണം. അത് നിന്റെ നിത്യ തൊഴില്. ഞാൻ അതല്ല ചോദിച്ചത്. എടാ, നീ ആദ്യം നിന്ന വർക്ക്ഷോപ്പിന്റെ ബാധ്യത തീർത്തതേ എന്റെ വളപണയം വെച്ചാണെന്ന് നിനക്കറിയാമോ? അറിയാമോ? എന്നിട്ട് എന്ത് ഇതുവരെ എടുത്തു തരാത്തത്? അത് ഞാൻ എടുക്കാം, പെതിയെ കൊണ്ട്. എടുക്കാം. അങ്ങനെയൊന്നും പറഞ്ഞാ പോരാ. അല്ലമ്മ, വർക്ക്ഷോപ്പിൽ നിന്നേ എന്റെ ശമ്പളത്തിൽ നിന്ന് സാൾട്ടസ് കുറെ പൈസ കരമച്ചമ്പി എങ്ങനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ എടുക്കാം. ഏൽപ്പിച്ചിട്ട് എടാ, എങ്ങനെയാണ് അയാൾ പൈസ ഏൽപ്പിക്കുന്നത്? കനകനെ നിന്റെ ശമ്പളത്തിന്റെ ഇരട്ടി നീ പറ്റു വാങ്ങിക്കുന്നതാണ് അയാൾ പറയുന്നത്. പിന്നെ എങ്ങനെയാണ്? ഒന്നും പറയണ്ട, എന്റെ വളപണയത്തിൽ എടുത്തു തരണം. കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ചൂട് നിൽക്കുന്നില്ല അമ്മ? 2 എണ്ണം കഴിക്കാം. 2 എണ്ണം കഴിക്കേണ്ട ഒരു കുഴപ്പമില്ല. ഇത് ഒരെണ്ണം കഴിക്കല. നിങ്ങൾക്ക് ആർക്കും തിന്നാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ ഞാനെന്താ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കണം? അമ്മ ഒരെണ്ണമാണ് കഷ്ടപ്പെട്ട് കഴിക്കുന്നത്. കറി കഴിച്ചോട്ടെ. ചായ വേണോ? ചായ കുടിച്ചു തരണോ? പിന്നെ വേണ്ട. എനിക്ക് പോകണ്ടോ? എടാ, ഞാൻ എൻ്റെ തുണി മടക്കി വെച്ചപ്പോഴേ പണയം വെച്ച പളയുടെ റെസിപ്റ്റ് കണ്ട്. പിന്നെ ഞാൻ റൊണാൾഡ് ഗുളികയും കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചേടാ,
എന്തായി കാര്യം, വളയുടെ കാര്യം എന്തായി എന്ന് ചോദിച്ച് അവന് ഒരക്ഷരം മിണ്ടുന്നില്ല. എടാ എന്തെങ്കിലും ഒന്ന് പറയടാന്ന് പറഞ്ഞുടനെ അവൻ ഒരുമാതിരി തത്ത പുത്തത്ത ഞാൻ തരാം എടുത്ത് മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല. നിനക്കൊന്നും പറയാനില്ലേ? എന്ത് പറയാനായിട്ട്? നിനക്കൊന്നും പറയാനില്ല, പിന്നെ അല്ലാതെ ആര് പറയണം? നീയല്ലേ പറഞ്ഞത് അവനെ വർക്ക്ഷോപ്പിലാക്കി അവിടെ നിന്ന് ശമ്പളം കിട്ടുമ്പോൾ 1000 രൂപ വെച്ച് പിടിക്കും, അതിൽ നിന്ന് കൊണ്ട് ഒരു കൂട്ടി വെച്ചിട്ട് എടുത്ത് തരാമെന്ന്. അപ്പം ആരുമില്ല ഇതിന്. നമ്മള് ഒരു പ്രതീക്ഷയോടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവനൊരു അത്യാവശ്യം വന്നപ്പോൾ, ഒരു വിഷമം വന്നപ്പോൾ എന്തോന്ന് വിഷമം വന്നു ഇവിടെ? എന്തോന്ന് വിഷമം വന്ന്? അത് ഞാൻ അമ്മ അങ്ങനെ വന്ന സമയത്ത് ഞാനൊരു ഇടനിലക്കാരനായി നിന്ന് ഈ കാര്യം നടത്തി. അപ്പൊ ഇത് ഞാൻ 1-2 പ്രാവശ്യം അമ്മ പറയാതെ തന്നെ ഞാൻ അവനോട് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസത്തെ പലിശ ഞാനാണ് അടച്ചത്. അപ്പൊ ഇതിനിടയിൽ ഞാൻ അവനോട് ഒരു ദിവസം ചോദിച്ചിരുന്നു. ചോദിച്ചപ്പോൾ അവൻ ഈ പറഞ്ഞ കണക്ക് തന്നെ, അമ്മയോട് പറഞ്ഞ കണക്ക് തന്നെ, ഇതാ നാളെ ശരിയാക്കാം, മറ്റന്നാൾ ശരിയാക്കാന്ന് പറഞ്ഞു. ഞാൻ ആ സാൾട്ടസിനെയും വിളിച്ച് ചോദിച്ചു. അപ്പൊ അവൻ പറയണത് അവൻ്റെ കൈ കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. ഒന്നും സ്ഥിരമായിട്ട് പോകാറില്ല അവിടെ. പിന്നെ ഈ കിട്ടുന്ന പൈസയൊക്കെ ഇരട്ടിയായിട്ട് അടുത്ത കടയിൽ പോയി പറ്റും. അപ്പൊ ഈ പറഞ്ഞ എന്തൊക്കെ അവനാണ് ഞാൻ കഴിഞ്ഞ മാസം അടച്ചത്. ഇപ്പൊ ഡേറ്റ അല്ലേ, ഞാൻ ഓർത്തില്ലത്. ഞാൻ ഈ കാര്യം അവനോട് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ വന്ന് ഇവിടെ സൂചിപ്പിച്ചിരുന്നു. അവനത് പറഞ്ഞാൽ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അവനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടല്ലോ, അവന് ചേർത്ത് വയ്ക്കുന്ന. അവനൊരു ആവശ്യം വരുമ്പോൾ അനാവശ്യമായിട്ട് ഇടപെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനിപ്പം നീയെങ്കിലും ഒന്ന് അവനെ പറഞ്ഞതിൻ്റെ അവിടെ പറഞ്ഞാലല്ലേ, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവള് പറയുന്നില്ലമ്മ. ഇത് കഴുകി. എടാ കാര്യം കൊണ്ട് ഒത്തില്ലെങ്കിൽ കാര്യക്കെടിലേക്ക് പോകണം. നീ പിടിച്ച് 2 വിരട്ട് അവന്. എന്തേ നല്ലത്. കൈ തൊഴുത് പറയാണ്, എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല ഇവിടെ. അങ്ങനെ പറയല്ലേ മോളെ. എന്തോരം കുത്തുവാക്ക് കേട്ടിട്ടാന്നറിയോ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. അച്ചാച്ചന് പറ്റത്തില്ലാന്നുണ്ടെങ്കിൽ ആ വള ഊരി തന്ന് ഏട്ടൻ അത് പറഞ്ഞപ്പോ തന്നെ പറയായിരുന്നില്ലേ എനിക്കതെടുത്ത് തിരിച്ച് എനിക്ക് എടുത്തു തരാൻ പറ്റൂല എന്ന്. ഇല്ല, ഞാനേ കുറച്ചായിട്ട് വരുന്നതനുസരിച്ച് കള്ളക്കണ്ണിനൊഴുക്കണ്ട കുറച്ചായിട്ട് എപ്പം ഞാൻ 1-2 പേരോട് ചോദിച്ചിട്ടുണ്ട്. അത് ഇത്രയും ഒരുമിച്ച് 40 രൂപയല്ലേ? ആണോ? അതറിയായിരുന്നല്ലോ ഒരുമിച്ച് 40 രൂപ എടുക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ പിന്നെ അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടാന്ന് പറയണായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് അപ്പൊ തന്നെ പോണായിരുന്നു. ഇനിയിപ്പോ അത് എടുത്തു കൊടുക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. കൊടുക്കാതെ പോകാൻ പറ്റത്തില്ല, കൊടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അല്ല, ഞാൻ ഈ ഇത്രയും വലിയ എമൗണ്ട് ആയിട്ടായിരുന്നു അത്. ഞാൻ കുറച്ച് 2-3 പേരോട് ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടും. കുറച്ച് ആ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ച് അടയ്ക്കാറുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ ഏട്ടൻ പറഞ്ഞ ആ വർക്ക്ഷോപ്പിലോട്ട് അച്ചാച്ചൻ പോകുന്നുണ്ടാ? അവിടെ പണി കുറവുള്ളപ്പോ ഞാൻ വെറുതെ പണി കുറവെന്നാ? അച്ചാച്ചനാണ് പണി കുറവുള്ളത്. അവിടെ നല്ല പണിയുണ്ട്, പണിയെടുക്കാൻ മടി. അല്ല, നാളെ പണി ചെയ്തിട്ട് റോസ്മേനിക്കൊക്കെ പൈസ ഇട്ട് കൊടുത്തില്ലേ? എന്നാള് കഴിഞ്ഞ ആഴ്ച പണിക്ക് പോകാൻ കഴിയത്ത. എന്നിട്ട് ചെണ്ടപ്പുറത്ത് കോളിടുന്നിടത്തൊക്കെ പോയി നിരങ്ങി നടക്കും. ഇപ്പൊ എങ്ങും പോകത്തില്ല. എനിക്കറിയാൻ പാടില്ല, എങ്ങനെയെങ്കിലും അമ്മയുടെ വള എടുത്ത് കൊടുക്കും. ലിലിപ്പെണ്ണ് വിഷമിക്കണ്ട, ഞാൻ എന്തൊരു മാർഗം ഉണ്ടാക്കാം, നോക്കട്ടെ. ചേട്ടനെ പറ്റിട്ടായിരുന്നു. ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ അടുത്ത ആള് വന്ന്. എനിക്ക് സമാധാനത്തിൽ ജീവിക്കാൻ എന്തായാലും ഈ ജന്മത്ത് പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെല്ലാം കൂടെ എന്നെ കൊല്ലും. പറയാതെ മക്കളും മിണ്ടാതെ നിക്കുവാണ്, അല്ലാതെ പിന്നെ നിവർത്തിയില്ലല്ലോ. പറയാനാണെന്ന് പറ. അതുകൊണ്ട് നിങ്ങൾ പഞ്ചായത്തിൽ ആരെങ്കിലും ആണോ? ഞാൻ ഭാര്യയായിരിക്കും, അതിനെന്താ? ക്ലീറ്റോ എന്നെ വെറുതെ എന്നെ കൂടെ ഓരോന്ന് പറയിപ്പിക്കല്ലേ ക്ലീറ്റോ. നിങ്ങൾ എന്തിനാന്ന്
ഏക്കുന്നത് എന്തിനാന്ന്? എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഏക്കണം എന്തിനാന്ന്? മര്യാദക്ക് വിളിച്ചിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞോണം അവരോട്. അത്രേ ഉള്ളൂ. നാണക്കേടുണ്ടായിക്കോട്ടെ, എനിക്കെന്ത് വേണം? ഇരിടാ. അതുകൊണ്ട് ക്ലീറ്റോ, നിങ്ങൾ ഈ പരിപാടിയൊക്കെ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ അൻസാറിനോടോ നടരാജനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുപ്പുകൂട്ട സാറിനോടോ പോയി പറയാം. എന്നോട് പറയണ്ട. നിങ്ങളുടെ എല്ലാ കഴിയടാ, എല്ലാ കള്ളത്തിലും അറിയാവുന്ന ഒരുത്തിയാ ഞാൻ. അയ്യോടാ. കക്കൂസ് ഇല്ലെങ്കിൽ അവരോട് ഞാൻ വല്ലതും പറയും കേട്ടോ. അതെ, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ കൂടെ ആൾക്കാരുണ്ട് കേട്ടോ. ക്ലീറ്റ് അതിന്റെ പുറകെ നടന്ന് അന്വേഷിച്ച് ആളുകൾ ഇപ്പൊ അങ്ങ് റെഡിയാക്കി തരാന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പൈസ മേടിക്കാനല്ലേ വെച്ചിട്ട് പോയിക്കോ ക്ലീറ്റോ. വഴക്കായോ? ഇല്ല. നല്ല കറി, നല്ല ചപ്പാത്തി. എന്താണ് കാര്യം? അമ്മയുടെ വളപ്രശ്നം വീണ്ടും പൊങ്ങി വന്നു. ഇന്നലെ രാത്രി ലില്ലിപ്പെണ്ണ് മരുന്ന് പിടിച്ചോണ്ട് കൊടുക്കാൻ നേരം അമ്മ വളയുടെ കാര്യം ചോദിച്ചു. പിന്നെ ലില്ലിപ്പെണ്ണ് റൂമിൽ വന്നിട്ട് വള എത്ര ഇട്ട് വേണ്ടെന്ന് എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പൈസ 40,000 രൂപ വേണ്ടേ? അത്രയും പൈസ പെട്ടെന്ന്. എത്ര നാളായി ഇപ്പൊ വെച്ചിട്ട്? ഇപ്പം 1.5 മാസം 2 മാസം. എത്ര രൂപ കൊടുത്ത അമ്മയ്ക്ക്? ഒന്നും കൊടുത്തില്ല. അറിയായിരുന്നു അവിടെ പണയിരിപ്പുണ്ടെന്ന് അറിയായിരുന്നോ? പിന്നെ നിനക്കറിയായിരുന്നല്ലോ അല്ലേ? പെട്ടെന്ന് എത്ര വേണം. രൂപയാണ് വേണ്ടത്? 40. പലിശ കൊടുക്കാം. ചെറിയൊരു കാലതാമസം മതി, ചെറിയ പലിശ തരാം. കത്താവെ കാത്ത്. നിങ്ങളെവിടെയാ? പിന്നെ നിങ്ങളുടെ അനിയനൊരുത്തർ ഇവിടെ ഉണ്ടല്ലോ. എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞോളാം. എനിക്ക് നിങ്ങളുടെ എല്ലാവരെയും കൂടി ചുമക്കാൻ പറ്റൂല. എന്താന്ന് അനിയനെ വിളിച്ചു ചോദിക്ക്. 40,000 രൂപ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോഴേ എന്നോർത്ത് നിങ്ങൾ എനിക്ക് തരാനുള്ള പൈസയുടെ കാര്യം. 3,000 രൂപ ഇപ്പം എനിക്ക് തരും. നാളെ തരാന്നാ പറഞ്ഞേക്കണത്. കുറയാ ചേട്ടനും അനിയനും ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാതെ. കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട, കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ. മനസ്സിലായി കാണുമല്ലോ. ഈ സാധാരണ ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഇടനിലക്കാരായിട്ട് മെമ്പർമാരെ അടുത്ത് പോയി കണ്ടിട്ടൊരു സാവകാശം മേടിക്കുന്നൊരു പരിപാടി നാട്ടു നടപ്പായിട്ട് വെച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് തീരണ. വൈകിട്ട് ആള് വരും. അത് തീർക്കും. കളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ? എടേ സാൾട്ടസേ. ഓ അണ്ണേ. എന്നാ ഉണ്ട്? കാലയില வந்துட்டீங்களா? ஆமா ஆமா. வேலையெல்லாம் எப்படி போகுது? சூப்பரா போகுதண்ணே. പിന്നെ ഇല്ലടേ, ഒരു കാര്യം കേട്ടോ വന്നേ. ഓ പറയണ്ണ. ആ കുമാർ ബക്കറില്ലേ, 2 ദിവസമായിട്ട് കട അടിച്ചിട്ടിരിക്കുന്നു. അതെണ്ണ പിരിവിന്റെ കാര്യമാണെങ്കിൽ അതിന്റെ തന്നിട്ടാണ്. അതിൽ പിന്നെ സംശയമുണ്ടോ? അതുകൊണ്ട് തന്നെ ഉനക്കിട്ട് എവിടെ ചേട്ടാലും കൊടുക്കറേ. നമ്മളൊരു കാര്യം ഇടപെട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മുടക്ക് വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നിനക്ക് എന്തെങ്കിലും വേണടേ? ഓ എനിക്കൊന്നും വേണ്ടണ്ണ. നമ്മൾ കുറെ പലിശ തന്നല്ലേ ഇതിന് വേണ്ടിട്ട്. അത് നിന്നോട് അധികം അങ്ങനെ വാങ്ങിക്കാറില്ല നീ. ഓ അതറിയാം, എങ്കിലും വേണ്ട. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ പറയാം. ഇപ്പൊ കടയൊക്കെ നടത്തി അത്യാവശ്യം കയ്യിൽ പൈസ ഉണ്ട്. തൽക്കാലം നമ്മൾ കുറെയൊക്കെ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞതാണേ. ഇതൊക്കെ പുതുക്കാറായി കേട്ടോ. ഓ ഇപ്പോഴത്തേക്ക് എന്തായാലും വേണ്ട, ഞാൻ പറയാം. കറക്റ്റുണ്ടല്ലോ. ശരി, കഴിഞ്ഞാ എടുപ്പൊന്ന് പണി തീർത്തിട്ട് വരാണ്. ഇപ്പൊ വരാണ്. തണ്ണിമത്തൻ ജ്യൂസ്. ആർക്കും? സാൾട്ടസൻ. കുടിച്ചായിരുന്നോ? പിന്നെ പണിയടക്കട്ടു.
എന്താ ഇത്? മസാജ്. മസാജ് ആണെന്ന് മനസ്സിലായി. ഈ ജ്യൂസും മസാജും ആയിട്ടുള്ള കോമ്പിനേഷൻ എന്താണ്? മസാജ് സെന്ററിൽ ജ്യൂസ് കൊടുക്കാറുണ്ട്. ആണോ? ഇപ്പൊ കണ്ടിന്യൂ. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ടേ? പറഞ്ഞോ. ഞാൻ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന വർക്ക്ഷോപ്പിൽ ഇച്ചിരി വാടക കുടിശ്ശിക കൊടുക്കാനുള്ളത് കനവുമ്മച്ചമ്പി അമ്മയുടെ വളപണയം വെച്ച കൊടുത്തെന്നുള്ള കഥ ഞാൻ സർട്ടസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അറിയാം. അമ്മ ഇപ്പൊ ആ വള ചോദിച്ചോണ്ടിരിക്കുക. എൻ്റെ കയ്യിലാന്ന് പെട്ടെന്ന് ഇച്ചി പൈസ എടുത്ത് മറിച്ച് വള പണയം വെച്ച് എടുത്തു കൊടുക്കാനില്ല. അതുകൊണ്ട് സാൾട്ടസ് രാവിലെ ഇവിടെ വന്ന ആ പലിശക്കാരൻ അണ്ണൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി പൈസ എനിക്ക് ആഴ്ച പിരിവിന് എടുത്ത് തന്നേ പറ്റത്തുള്ളൂ. പതുക്കെ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അല്ല സാൾട്ടസ്, നിനക്കറിയാമല്ലോ ഞാൻ ഈ ഏക വരുമാനം കൊണ്ട് ജീവിക്കുന്നത്. അതിനകത്ത് വീട്ടിലെ ചെലവ്, പിള്ളേരുടെ കാര്യങ്ങൾ, എൻ്റെ ഭക്ഷണം, അടവ്, മൊബൈൽ റീചാർജ് എല്ലാം ഉണ്ട്. ഇച്ചിരി പൈസ ഈ പലിശക്ക് എടുത്ത് തന്ന് കൃത്യമായിട്ട് അടയ്ക്കാം. എങ്ങനെ തിരിച്ചടയ്ക്കും? എന്റെ ശമ്പളത്തിൽ നിന്ന് അടവിനുള്ള പൈസ പിരിച്ചിട്ട് ബാക്കി തന്നാ മതി. അത് അങ്ങനെ തരത്തുള്ളൂ. എങ്കിലും ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അല്ല, ഇത് കണ്ടിന്യൂ ചെയ്തു. ആലോചിക്കാൻ മസാജ് ചെയ്യണം. സാൾട്ടസ്, ഒന്ന് ആലോചിക്കട്ടെ. ചെയ്. മതിയോ? പതുക്കെ ചെയ്. അതെ, ഇവിടെ അങ്ങനെ. കഷണ്ടിക്ക് പരിഹാരവുമായി ഇതാ ജെറൂഷ് തക്കലയിൽ. അന്താരാഷ്ട്ര നിലവാരമുള്ള ഹെയർ ഫിക്സിംഗ്, പരിചയസമ്പന്നരായ ഡോക്ടർമാർ, അതുല്യമായ സേവനം. ഇനി തലവിധി മാറ്റാം. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. ഒരു മഴ പെയ്താൽ ഇരട്ടി ചൂടളവും, അറിയാമോ? ഭൂമി തണുക്കണം, എന്നാലേ ഇനിയിപ്പോ ഉള്ളൂ. ശരിയാ, ഈ മഴ പെയ്തത് അത് നനഞ്ഞാലും പ്രശ്നമാണല്ലേ അമ്മേ? പിന്നെ അസുഖങ്ങളൊക്കെ വരത്തില്ല. ഇത് അന്ന് ഇവിടെ ഈ കോൺക്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കേൾക്കുമല്ലോ, കോൺക്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ. എല്ലാവരും മണ്ണായിരുന്നെങ്കിൽ കുറച്ചുകൂടി തണുപ്പകത്ത് കിട്ടിയാണ്. ഒന്നും വേണ്ട, ഒരു മുറിയിൽ AC വെക്കാമോ? എന്തു വാതിറക്കുന്നു? ഒരു മുറിയിൽ AC ഉണ്ടെങ്കിൽ ഇത്ര ചൂടാകുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു മുറി കിടക്കാം. ആള് കൊള്ളാടെ. ഇപ്പൊ ഇത് വീട്ടിലേട്ടാ AC ഇല്ലാത്തത്. ഉറക്കമൊന്നുമില്ലേ? ചൂട് വെച്ച് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. നേരെ ഞാൻ ആ കട്ടിലേ പോയി ഇച്ചിരി നേരം കിടന്നതാ. ചൂടെടുത്തിട്ട് എഴുന്നേറ്റത് ഉറങ്ങി പോയതായിരുന്നു. ഞങ്ങൾ എത്ര നേരം ഇവിടെ ഇരിക്കണം. ഇന്ന് വേറൊരു സംഭവം ഉണ്ടായി. എന്താന്ന്, മറ്റേ RDPയുടെ ഒരു പഴയ നേതാവുണ്ട്, അങ്ങോട്ട് സുഖമില്ലാതെ കിടക്കുവാന്ന് പറഞ്ഞ്. എൻ്റെ പൊന്നെ, ഒരു കുന്നിൻ്റെ മണ്ടയിലായിരുന്നു. എൻ്റെ പൊന്നെ, വെയിലും ചൂടും കാലുവേദന എടുത്തിട്ട് വയ്യായിരുന്നു. ഞാൻ പറയായിരുന്നു ചേച്ചി ഒരു മുറിയിൽ AC വെക്കാം. ഓടിട്ട വീട്ടിൽ AC വെക്കാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ പണ്ടേ വെക്കൂലേ. കറണ്ട് ബില്ല് കൃത്യമായിട്ട് അടയ്ക്കാന്ന് പറയണെന്ന് ചിന്തിക്കണം കനക. നീ മെമ്പറായിട്ട് ഒരു മാറ്റമില്ല. നിർത്തി അങ്ങ് അപമാനിച്ചു. ഒരു AC വാങ്ങിക്കാൻ വലിയ പാടൊന്നുമില്ല, ബില്ല് വരുമ്പോഴാണ് പാട് വരുന്നതല്ല. അത് മാത്രമല്ല, ഓടിട്ട് വീട്ടിൽ വെക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാം മച്ചുള്ള വീടല്ലേ, അവിടെ വെക്കാം. ഓ, എന്നാ വേ കൊന്നില്ലടാ. ഇനി എന്ത് വലിച്ചു കീറുകൂടെ വേണോ? അമ്പോ, എന്തൊരു സന്തോഷം. സന്തോഷിക്കണം. എല്ലാവരുടെ വെളിയില് ചൂട് നക്ഷത്രം എണ്ണാൻ ഇറങ്ങിയത്. അമ്മ പണയം വെച്ചിട്ട് 40,000 രൂപ വന്നില്ലേ വള പണയം വെച്ച്, ആ വള എടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ആണോ? 40,000 രൂപയുണ്ട്. പിന്നെ 1.5 മാസത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 1000 രൂപയ്ക്കകത്തേ പലിശ വരത്തുള്ളൂ. മേടിച്ചോ? മേടിക്കുന്നത് ഇതെവിടുന്ന് പൈസ കിട്ടി? എങ്ങനെ കിട്ടി? എവിടുന്ന് കിട്ടിയടാ പൈസ? പൈസ മാമ്പഴത്തറയിലെ സുറിയാനി കൊച്ചമ്മയുടെ മോൻ ബെഞ്ചമിൻ ഇല്ലേ, കപ്പല ജോലിയല്ലേ, കൊടങ്ങാവളെ ഇല്ല, അവൻ എന്നോട് മൊബൈലിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞടാ പൈസ വല്ല ഇരിപ്പുണ്ടോന്ന് ചോദിച്ചപ്പോൾ എത്ര വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഒരു 40,000-45,000 രൂപ ഇട്ടാൻ പറഞ്ഞു. അവൻ അന്നേരം പൈസ കിട്ടുമെന്ന്. ശരിക്കും പറഞ്ഞാൽ കൊടങ്ങാവളയിലുള്ള ബന്ധങ്ങൾ ഞാൻ ഉപയോഗിക്കാഞ്ഞിട്ടാ. ഒറ്റ വിളിച്ച ഇഷ്ടംപോലെ പൈസ എടുത്ത കൂട്ടുകാരുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും. പക്ഷേ ശരിക്കും അമ്മ ഇന്നലെ അങ്ങനെ പറഞ്ഞു. പിന്നെ തങ്കഞ്ചേട്ടത്തി രാവിലെ ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി.
അപ്പോഴേ തന്നെ കർത്താവിനെ മുട്ടിപ്പായി വിളിച്ചു. ബെഞ്ചമിൻ്റെ കോള് കർത്താവിലൂടെ വന്നു. എനിക്കൊരാപത്തി തന്നെയല്ലേ, അത് തിരിച്ചറിയണ്ടേ? ഇനി ഈ പൈസ തിരിച്ചു കൊടുക്കോ? അല്ല അത് പ്രശ്നമില്ല. അവൻ 1 വർഷം കഴിഞ്ഞാൽ നാട്ടിൽ വരും വീടിൻ്റെ പാല് വെച്ചിന്. അന്നേരം കൊടുത്താൽ അത് ഞാൻ ഘട്ടമായിട്ടും കൊടുത്തോളാം. ആ കൊടുത്തേക്കണേ. ഉറപ്പായിട്ടും. ഹാപ്പി അല്ലേ കുഞ്ഞിതാ അച്ചമ്മി? ഹാപ്പി അല്ലേ? ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പി. ഹാപ്പി. ഇതിപ്പോ എത്ര രൂപയുണ്ട്? 40. 40 1 41 45,000 ബെഞ്ചമിന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അല്ലാതെ- 4 രൂപ അപ്പോഴും പോയി. അല്ല അത് റോസ്മേരിക്ക് പൈസ കൊടുത്തു. പിന്നെ വർക്ക്ഷോപ്പിൽ അവിടെ അങ്ങനെ ഉണ്ടല്ലോ. കണക്കുണ്ടായാ മതി ഇതിനൊക്കെ. ഓ നീ വരുന്ന അങ്ങോട്ട്? ഞാൻ വരാം. വാതിലടച്ചേക്കണം കേട്ടോ. കഴിച്ചില്ലേ? ഇല്ല, കഴിക്കണം, കുളിക്കണം, കിടക്കണം. വാ എന്നാ. ആ വരാം. മക്കൾ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടാ. സന്തോഷം. ശരി ശരി. കിടക്കാൻ പോട്ടെ. ഇല്ല ഏ ഇല്ല നല്ലത്. ഞാനും ഒന്ന് പോയി കിടക്കട്ടെ. എന്നാ ഇതങ്ങ് വെച്ചാ ഏ ഇതങ്ങ് വെച്ചാ കറക്റ്റ് എണ്ണി നോക്കിയതാ. ആ 1000 രൂപ. അല്ലാതെ പലിശയുടെ പലിശയൊന്നും വേണ്ട, നീ വെച്ചോ. വേണ്ടടാ. താങ്ക്സ്. ശരി അച്ചമ്മി. പിന്നെ നിനക്ക് പൈസ തന്ന ബെഞ്ചമിൻ എന്നെ വിളിച്ചായിരുന്നു. ബെഞ്ചമിൻ വിളിച്ചെന്നോ? ശരിയാണല്ലോ, ബെഞ്ചമിൻ അല്ലല്ലോ നിനക്ക് പൈസ തന്നത്. പലിശയ്ക്ക് കൊടുക്കുന്ന മുരുകനല്ലേ? സാൽട്ടസ് വിളിച്ചു. എൻ്റെ ജാമ്യത്തിൽ എപ്പോഴും ഈ പൈസ തന്നേക്കുന്നത്. അച്ചമ്മി ഇല്ല, ഞാൻ പറയൂല. പോലി ഹീറോ ആയിട്ട് പോകല്ലേ. മര്യാദയ്ക്ക് കൃത്യമായിട്ട് പലിശ അവൻ ആ പൈസ കൊടുത്ത് തീർത്തില്ലെങ്കിൽ അവൻ ഇവിടെ കയറി വരും. അപ്പൊ 0 ആവും. കൊടുക്കാം. താങ്ക്സ്.